ഇല്ല. എന്നാൽ ബാംഗ്ലൂർ സ്റ്റോൺ ഹാഫ് കട്ടിങ്ങും ബോക്സ് കട്ടിങ്ങും തമ്മിൽ ഉള്ള ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആ സൈഡിലെ കട്ടിങ്ങിലെ വ്യത്യാസം മാത്രമാണ്. എന്നാൽ സ്പേസ് ഇട്ട് നമ്മൾ വിരിക്കുന്ന വർക്കുകൾക്ക്, സ്പേസ് 2 ഇഞ്ച് സ്പേസ് എല്ലാം ഇട്ട് നാം വിരിക്കുന്ന വർക്കുകൾക്ക് ഏറ്റവും അത്യുത്തമമായത് ഹാഫ് കട്ടിംഗ് ആണ്. കാരണം ഹാഫ് കട്ടിങ്ങിന് ബോക്സ് കട്ടിങ്ങിനെ അപേക്ഷിച്ച് ഒരു സ്ക്വയർ ഫീറ്റിൽ 10 രൂപയുടെ അടുത്ത് കുറവുണ്ട്. എന്നാൽ തിക്നെസ്സിലോ ഹാർഡ്നെസ്സിലോ ഡെൻസിറ്റിയിലോ ഡ്യൂറബിലിറ്റിയിലോ കംപ്രസീവ് സ്ട്രെങ്ത്തിലോ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റിയിലോ അത്തരത്തിലുള്ള ഒരു മെറിറ്റിലും യാതൊരുവിധ വ്യത്യാസങ്ങളും ഇവ തമ്മിൽ ഇല്ല. അതുകൊണ്ട് തന്നെ 10 രൂപയുടെ വ്യത്യാസം വളരെ വലിയ വ്യത്യാസമാണെന്ന് മാത്രമല്ല, സ്പേസ് ഇട്ട് വിരിക്കുന്ന വർക്കുകളിൽ ഒരിക്കലും നമുക്ക് ബോക്സ് കട്ടിങ് ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം സ്പേസ് ഇട്ട് വിരിക്കുന്ന വർക്കുകളിൽ നാം ആ സ്പേസിങ്ങിൽ കോൺക്രീറ്റ് ചെയ്താണ് ജോയിൻറ്റ് ഫില്ലറായിട്ട് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ബോക്സ് കട്ടിങ്ങിൻ്റെ സൈഡ് 100% ഷാർപ്പായി പോളിഷ് ആയിട്ടാണ് ഇരിക്കുക. അത്തരത്തിൽ സ്മൂത്തായ ഒരു സർഫേസിൽ ഒരിക്കലും കോൺക്രീറ്റ് പിടിച്ചിരിക്കുകയില്ല. എന്നാൽ ഹാഫ് കട്ടിങ്ങിൻ്റെ 1 ഇഞ്ച് ബ്ലേഡ് ഇറക്കി കട്ട് ചെയ്തതിന് ശേഷം ഒടിച്ചെടുക്കുന്നതായതുകൊണ്ട് 1 ഇഞ്ച് ഷാർപ്പ് കട്ടിങ് മുകൾ ഭാഗത്തു നിന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള ബാലൻസ് ഭാഗം റഫായിട്ടാണ് ഇരിക്കുക. അതുകൊണ്ട് തന്നെ സ്പേസിങ്ങിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കൃത്യമായി ആ കോൺക്രീറ്റുമായി ഈ കല്ല് ബോണ്ടാവുക ചെയ്യും. അതുകൊണ്ട് തന്നെ വാഹനം കയറുന്ന സമയത്ത് കൃത്യമായി കല്ല് ലൂസാവുകയോ അതിന് യാതൊരു പ്രശ്നമോ ഇളക്കം സംഭവിക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുകയില്ല. അപ്പോൾ അതുകൊണ്ട് സ്പേസിങ് ഇട്ട് വിരിക്കുന്ന വർക്കുകൾക്ക് ഏറ്റവും ഉത്തമമായത് ഹാഫ് കട്ടിംഗ് ആണ്. നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളിപ്പോൾ പ്ലിന്ത് ബീമിൻ്റെ മുകളിൽ നാം ബ്രിക്ക് വർക്ക് ചെയ്യുമ്പോൾ അതിനു മുമ്പ് തന്നെ ചിപ്പ് ചെയ്തതിന് ശേഷമാണ് നാം ബ്രിക്ക് വർക്ക് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ ബിൽഡിങ്ങുകളിൽ ബ്രിക്ക് വർക്കും ബീമും തമ്മിലുള്ള ജോയിൻറ്റുകളെല്ലാം നാം പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ചിക്കൻ മഷി വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ അവിടെയൊന്നും വളരെ വലിയ അടിസ്ഥാനത്തിലുള്ള ലോഡൊന്നും വരുന്നതല്ല. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ഡ്രൈവേ ഏരിയകളിൽ ബാംഗ്ലൂർ സ്റ്റോൺ എല്ലാം 40 ടൺ 50 ടൺ 60 ടണ്ണിൻ്റെ വാഹനം കയറേണ്ട സർഫേസുകളാണ്. അവിടെ നാം ജോയിൻറ്റ് ഫില്ലറായിട്ട് ഉപയോഗിക്കുന്ന കോൺക്രീറ്റും ഈ കല്ലും തമ്മിൽ കൃത്യമായി ബോണ്ടായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും വാഹനം കയറുമ്പോൾ ബോക്സ് കട്ടിങ് കല്ലിൻ്റെ മുകളിലേക്ക് വാഹനം കയറുമ്പോൾ കല്ല് ജോയിൻറ്റ് ഫില്ലർ കോൺക്രീറ്റ് തമ്മിലുള്ള പിടുത്തം വിടുകയും അങ്ങനെ കല്ല് ഇളകുകയും കല്ല് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് സ്പേസിങ് ഇട്ട് വിരിക്കുന്ന വർക്കുകൾക്ക് ഏറ്റവും ഉത്തമമായത് ഹാഫ് കട്ടിങ് കല്ലുകളാണ്. ബോക്സ് കട്ടിങ് കല്ലിന് ഹാഫ് കട്ടിങ്ങിനേക്കാളും 10 രൂപ വിലയും കൂടുതലാണ്. പക്ഷേ നമുക്ക് ടെക്നിക്കലി സ്പേസ് ഇട്ട് വിരിക്കുന്ന വർക്കുകൾക്ക് ഹാഫ് കട്ടിങ് കല്ലുകളാണ് ഏറ്റവും ഉത്തമമായത്.